ഹലോ നമസ്കാരം, ഞാൻ മേരൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടൊരു ക്രാഫ്റ്റാണ്. അതായത് നമ്മുടെ വീട്ടിൽ വെറുതെ വേസ്റ്റായിട്ട് കളയുന്ന വെളുത്തുള്ളിയുടെ തൊലിയില്ലേ, അത് വെച്ചിട്ട് നമ്മൾ ആന്തൂരിയം ഫ്ലവേഴ്സാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് നീളമുള്ള അല്ലികൾ വേണം സെലക്ട് ചെയ്യാൻ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, താഴെ വരെ കട്ട് ചെയ്യരുത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ വെളുത്തുള്ളി അതിൽ നിന്ന് എടുക്കണം. ഇതുപോലെ ഈ തൊലിക്കകത്ത് കട്ട് വീഴാതെ വേണം തൊലിച്ചെടുക്കാൻ. ഇതേ രീതിയിൽ നമുക്ക് കുറച്ച് അല്ലികൾ പൊളിച്ചെടുക്കാം. പല പല സൈസിലെ വെളുത്തുള്ളിയുടെ അല്ലികളാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം താഴെ കട്ട് വീഴാതെ പതുക്കെ വേണം പൊളിച്ചെടുക്കാൻ. ഇതുപോലെ കട്ടായി പോകരുത്, ഇത് നമുക്ക് യൂസ് ഇല്ല. അപ്പം ആന്തൂരം ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളിയുടെ തൊലി എടുത്തേക്കാണ്. ഇത് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ജസ്റ്റായിട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഭാഗത്തും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വെളുത്തുള്ളിയുടെ തൊലി കീറാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. ആന്തൂരത്തിൻ്റെ ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയുടെ തൊലി നമ്മൾ കർവ് ചെയ്ത് വെച്ചു. ഇനി ഇതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്യണം. നമ്മുടെ ആന്തൂരത്തിൻ്റെ ഫ്ലവർ ഒരു ഹാർട്ട് ഷേപ്പ് ആണല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ എല്ലാ വെളുത്തുള്ളിയുടെ തൊലിയും ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെല്ലാം ഫ്ലവറിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ലീവ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർവ് ഒന്നും ചെയ്യണ്ട. ഈ കർവ് പോർഷന് കട്ട് ചെയ്ത് കളയണം. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നമുക്ക് കുറച്ച് ലീഫ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലീഫിൻ്റെ ഷേപ്പെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമുക്ക് ആ സ്റ്റെമ്മ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിനി ചെയ്യേണ്ടത് ആ നടുക്കത്തെ മഞ്ഞ പോർഷനും ആ സ്റ്റെമ്മോടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രാഫ്റ്റ് വയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ക്രാഫ്റ്റ് വയർ പല പല സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. പല പല സൈസിലെ ക്രാഫ്റ്റ് വെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ എല്ലാ വയറും നമുക്ക് റോൾ ചെയ്തെടുക്കാം. സ്റ്റെം എല്ലാം നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് വേണ്ടത് മോൾഡറ്റിൻ്റെ ക്ലേ ആണ്. മോൾഡറ്റ് ക്ലേൻ്റെ അകത്ത് 2 ക്ലേ ഉണ്ട്, ഗ്രേ ക്ലേയും വൈറ്റ്. ഇത് രണ്ടും കുറച്ചായിട്ട് എടുക്കുക. അധികമൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി.
അധികം ഒന്നും ചെയ്യാനില്ല, കുറച്ച് മാത്രം യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പം നല്ലതുപോലെ ഒരു വൈറ്റ് കളറാവും. രണ്ടും കൂടെ മിക്സ് ആയിട്ട് നല്ലൊരു വൈറ്റ് കളറാവും. അതുവരെ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. കുറച്ച് പൗഡർ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് കളറിലെ ക്ലേ ആയിരിക്കും കിട്ടുന്നത്. ഇത് ഓരോ സ്റ്റെമ്മിലും എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് ക്ലേ ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ആന്തൂരത്തിൻ്റെ ഫ്ലവറിൽ ഒരു യെല്ലോ പാർട്ടിൽ ആ ഒരു പോർഷൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മളിത് വെച്ച് കൊടുക്കണം. നമ്മൾ ചെയ്തത് ഒരു സ്പോഞ്ചിൻ്റെ അകത്ത് കുത്തി വയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ തറയിൽ വയ്ക്കുവാണെങ്കിൽ നമ്മൾ ചെയ്ത ക്ലേയിൻ്റെ ഷേപ്പ് മാറാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ എല്ലാത്തിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാത്തിലും ക്ലേ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഇത് നല്ലതുപോലെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലവേഴ്സും ലീഫും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് റെഡും കുറച്ച് ഫ്ലവേഴ്സ് വൈറ്റും ആണ് ചെയ്യുന്നത്. അപ്പം വൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പെയിൻ്റ് ഒന്നും ചെയ്യാതിരുന്നാൽ മതി. റെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അക്രൈലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാം നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം വൈറ്റ് കളറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ഫ്ലവർ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫും പെയിൻറ്റ് ചെയ്തെടുക്കാം. ലീഫ് കളറാൻ വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആണ് യൂസ് ചെയ്തേക്കുന്നത്. ലൈറ്റ് ഗ്രീൻ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. ഇതേ രീതിയിൽ ബാക്കി എല്ലാ ലീവ്സും നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലേ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നല്ലതുപോലെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളുടെ ക്ലേയും കളറും നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെഡ് പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അതും നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നും എടുത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അധികമൊന്നും വേണ്ട, ചെറുതായി. എന്നിട്ട് നമ്മൾ ഈ പെയിൻറ്റ് ചെയ്ത് വെച്ച ക്ലേയെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറ്റി കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഫെവിക്കോള് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കട്ടിക്ക് നമ്മൾ ഫെവിക്കോൾ ഒട്ടിച്ചേക്കുവാണ്, അത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഇതിൻ്റെ അകത്ത് നമുക്ക് കുത്തി വയ്ക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ ഫ്ലവറും ചെയ്തെടുക്കാം. നല്ലതുപോലെ ഫെവിക്കോള് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലീവ്സ് എല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന സ്റ്റെമ്മാണിത്. അത് ജസ്റ്റ് അതിൻ്റെ ടോപ്പ് പോർഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ലീഫ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതും ഒരു സ്പോഞ്ചിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം. ഇതേ രീതിയിൽ എല്ലാ സ്റ്റെമ്മും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും എല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷം ഞാനതൊരു ബഞ്ചാക്കി വെച്ചേക്കുവാണ്. നമ്മുടെ ഫ്ലവേഴ്സ് റെഡിയായി. ഇനി നമുക്കിത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ പോട്ടാണ് വേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലവർ പോട്ടിന് വേണ്ടിയിട്ട് ഞാൻ പഴയ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചേക്കുവാണ്. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡും വൈറ്റും ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ട് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വേണം സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാൻ. നല്ലതുപോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം.
നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിലിൻ്റെ അകത്ത് ഈ ഫ്ലവേഴ്സ് സ്റ്റില്ലായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേപ്പർ ഫോയിൽ ഇതിൻ്റെ അകത്ത് ചുരുട്ടി വയ്ക്കും. അപ്പോൾ നമ്മുടെ മിനി ആന്തൂറിയം ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയാണ്. എനിക്ക് വെളുത്തുള്ളി തൊലിയുടെ ഷേപ്പൊക്കെ കണ്ടപ്പം ഇങ്ങനൊരു ഐഡിയ തോന്നി. അപ്പോൾ അത് ഉടനെ തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻറ്റ്സിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ പുതിയ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഐഡിയാസ് ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.